ചെയ്തെടുത്തൊരു ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനാണിത്. ഈ ഡിസൈന് പില്ലോ കവറിൻ്റെ കോർണർ 4 കോർണറിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യുക. ഇപ്പോൾ വേറെ 2-3 കളർ നൂല് ഉപയോഗിച്ച് ചെയ്യുന്ന എപ്പോഴും ഭംഗിയുണ്ടാവുക, ഒരേ കളർ നൂലിനെ കൊണ്ട് തന്നെ ചെയ്യുന്നതിനെക്കാട്ടും. അപ്പോൾ ഈ വർക്ക് എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്തെടുത്തൊരു ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനാണിത്. അപ്പോൾ ഈ ഡിസൈന് നമ്മളെ പില്ലോ കവറിൻ്റെ കോർണറിൽ 4 കോർണറിലൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുക എന്നുള്ള വിധം നോക്കാം. ആദ്യം ഞാൻ അവിടെ ഒരു ഡിസൈൻ ഇത് ക്രോസായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്, വാങ്ങി കഴിഞ്ഞ് കാണിച്ച് ഒരു ക്രോസ് വരയ്ക്കുക. ക്രോസ് വരച്ചിട്ട് ഞാൻ ഈ നീല നൂലാണ് ഡാർക്ക് നീല നൂലാണ് ഇതിനെടുത്തത്. 2 കളർ നൂല് ഉപയോഗിച്ചിട്ട് വേണം ഇത് തയ്ക്കാനായിട്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തുടങ്ങാം. ക്രോസായിട്ട് കൊടുത്ത് ഇവിടുന്ന് ക്രോസായിട്ട് ഇട്ടും കൊടുക്കുക. കൊടുത്തുണ്ടോ? അപ്പോൾ ഈ നൂലിൻ്റെ കളറ് മാറ്റാൻ ഇത് കഴിഞ്ഞു. ഇനി വേറെ കളർ കൊടുക്കുക. അടുത്ത കളർ ലൈറ്റ് പിങ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ക്രോസ് കൊടുത്തല്ലേ, ഇതിൻ്റെ നടുക്കെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഒരു പ്ലസ് കൊടുക്കുക. കണ്ടോ? അടുത്ത് അങ്ങോട്ടും വെച്ചിട്ട് കൊടുക്കുക. ഈ അടുത്തത് ഈ കോർണറിൽ ഇവിടെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 4 എണ്ണത്തിൻ്റെ മുകളിൽ കൊടുക്കണം. നമ്മൾ ക്ലോസ് ആയിട്ട് കൊടുത്തിട്ട് അത് 4 എണ്ണത്തിൻ്റെ മുകളിൽ അതേമാതിരി കൊടുക്കും. മൂന്ന് സൈഡിൽ 4 സൈഡിലും കൊടുക്കണം. കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പ്ലസിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങനെ ലേസി ഡേസി കൊടുക്കും. ലേസി ഡേസി കൊടുക്കാം. നമ്മൾ വലുതായിട്ട് കൊടുക്കാച്ചിട്ടാണ്. അതേമാതിരി കൊടുക്കും. എടുത്തവിടെ ഈ സൈഡിലേക്ക് ഒരു നടുക്കിൽ ഓരോ 4 ഭാഗത്തും കൊടുക്കണം ലേസി ഡേസി. ഇതായി 2 ഭാഗത്തും കൂടെ കൊടുക്കുക. അതേമാതിരി 4 വശത്തും ഞാൻ ചെയ്തു.
ഇത് അവിടെ ഈ നീല കൊടുത്ത കോർണറിൻ്റെ മുകളിലെടുക്കും. മുകളിൽ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കും. ഇവിടെ വന്ന് നാല് കോർണറിലും കൊടുക്കണം. ഓരോ കളറ് വ്യത്യസ്തമായിട്ട് കളറുകൾ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരേ കളർ കൊടുക്കുന്നതിനെക്കാട്ടും ഒരു വ്യത്യസ്തത ഉണ്ടാകും. ഇനി ഈ രണ്ടെണ്ണത്തിൻ്റെ മുകളിലും കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ വർക്കുകൾ കഴിഞ്ഞ് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പം ഈ എംബ്രോയ്ഡറി വർക്ക് നമുക്ക് ചെയ്ത് നോക്കാം.